കുലദേവതയെ മറന്നുപോയാൽ, പൂർവികർക്ക് പിണ്ടമൂട്ടാതിരുന്നാൽ, ഇതൊക്കെ എങ്ങനെയാണ് കണ്ടെത്തുക? ഗരുഡനെ കൊണ്ടുവന്ന് ഗരുഡൻ ആ ഇരിക്കുന്ന നാഗത്തിനെ കൊല്ലിക്കുകയാണ്, കൊത്തി ഒലിപ്പിച്ചാണ് എടുത്ത് മാറ്റിക്കുകയാണ് ചെയ്യണത്. ആ ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നതിനായിട്ട് ദുരിതം ഉണ്ടാവും. ചിലപ്പോൾ ഇപ്പൊ സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ നമുക്ക് ആ താൽക്കാലികമായിട്ട് കിട്ടുന്ന ഒരു സുഖം ഉണ്ടാവും. ചോദ്യം വരാൻ പോകുന്ന അവിടെയാണ്. ആ സർപ്പത്തിനെ നമ്മൾ എടുത്ത് മാറ്റുമ്പോൾ അത് ശപിച്ചിട്ടായിരിക്കും പോവുക. അതിന്റെ ശാപത്തിന്റെ ഫലം നമുക്ക് അപ്പൊ അത് കർമ്മദോഷമായി അടുത്ത ജന്മത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും. അപ്പൊ അടുത്ത ജന്മത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരില്ലേ? അടുത്ത ജന്മത്തിൽ അനുഭവിക്കേണ്ടി വരും. അതുപോലെ അയാളുടെ അടുത്ത തലമുറ അത് സർപ്പക്കാവാണോ അമ്പലമാണോ എന്ന് നമുക്കറിയില്ലല്ലോ. അതെ. അപ്പൊ ഇവര് കൊണ്ടുവന്ന് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്താൽ അത് നാളെ ദുരിതമായി മാറുമോ? ദുരിതം തന്നെ മാറും. സ്വാഭാവികമായും നാഗങ്ങൾ ഇണചേരുന്നവരാണ്. അവർ സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് ഇരിക്കുന്ന സ്ഥലമാണ്. അവർ ഏറ്റവും കൂടുതൽ ശുദ്ധി ആവശ്യപ്പെടുന്ന ദേവതയാണ്. അവിടെയാണ് നമ്മുടെ വിഴുപ്പാണ് അവിടെ വീഴുന്നത്. നമസ്കാരം, അബാക് മീഡിയയിലേക്ക് സ്വാഗതം. അബാക് മീഡിയയിൽ ഇന്ന് അതിഥി സുജേഷ് ശൂരനാണ്. ജ്യോതിഷ പണ്ഡിതനും പൂജാതി കർമ്മങ്ങളിലൂടെ സോഷ്യൽ മീഡിയയിലെ പല ചാനലുകളിലൂടെയൊക്കെ സുജേഷ് ശൂരനാടിൻ്റെ ഇൻ്റർവ്യൂകളൊക്കെ പ്രേക്ഷകർ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാകും. കുറേ നാളുകളായി സുജേഷിനെ നമ്മൾ പ്ലാറ്റ്ഫോമുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വെൽക്കം സുജേഷ്. നമസ്കാരം. നമസ്തേ. ഇപ്പോൾ പൂജാതി കർമ്മങ്ങൾ ഒട്ടനവധി ചെയ്യുന്ന ഒരുപാട് പേരെ ഈ നവമാധ്യമങ്ങളുടെ വരവോടുകൂടി പ്രേക്ഷകരിലേക്ക് എത്തുന്നുണ്ട്. പണ്ടില്ലാത്തതുപോലെ തന്നെ വലിയൊരു സ്വീകാര്യത ആളുകൾക്ക് ലഭിക്കുന്നുണ്ട്. ഒരുപാട് പേർ പ്രശ്നങ്ങൾക്ക് പിന്നാലെ അലയുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഇതല്ലേ. പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി ഇത്തരം പൂജകൾ ചെയ്യുക, തങ്ങളുടെ പ്രശ്നങ്ങൾ കണ്ടെത്തുക, ഇങ്ങനെയൊക്കെ പോവുകയാണ്. അപ്പോൾ സാധാരണഗതിയിൽ നമുക്ക് മുന്നിലേക്ക് എത്തുന്നവരൊക്കെ ഒരു ഏജ് ലിമിറ്റിന് മുകളിലുള്ളവരാണ് കൂടുതലും വരിക. പക്ഷേ സുജേഷ് ഒരു ചെറുപ്പക്കാരനാണ്, എന്നേക്കാൾ പ്രായത്തിൽ ഇളയാളാണ്. എന്തുകൊണ്ടാണ് സുജേഷ് ഇങ്ങനെ ഒരു പൂജാതി കർമ്മങ്ങൾ, ജ്യോതിഷം ഇതിനോടൊക്കെ ഒരു താല്പര്യം ഉണ്ടാകാൻ കാരണം? ഇതിൻ്റെ നമ്മൾ കടന്നു വരുന്ന വഴിയിലൂടെയാണല്ലോ, ഒരാളുടെ ജീവിത സാഹചര്യങ്ങളിലൂടെയാണല്ലോ അയാൾ ഭാവിയിൽ എന്തായി ചേരും എന്നുള്ളതിൻ്റെ വലിയൊരു ഘടകം. ഒന്ന് അയാളുടെ കൊച്ചിലായിട്ടുള്ള ഡിറ്റർമിനേഷൻ, അയാളുടെ ഒരു ലക്ഷ്യം, അതിന് വേണ്ടിയിട്ടായിരിക്കും അയാൾ വർക്ക് ചെയ്യുക. പിന്നെ അയാളുടെ സാഹചര്യമാണ് അയാൾ എന്താക്കി തീർക്കുക എന്നുള്ളത് അയാളെ ലീഡ് ചെയ്യുന്നത് അല്ലേ. അതേപോലെ തന്നെയാണ് എൻ്റെ സാഹചര്യവും വന്നത്. ഞാൻ 9ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് എൻ്റെ അമ്മ മരണപ്പെടുന്നത്. അതിനുശേഷം എൻ്റെ 19ാമത്തെ വയസ്സിൽ 20ാമത്തെ വയസ്സോട് കൂട്ടിയിട്ട് തന്നെ എൻ്റെ അച്ഛൻ മരണപ്പെട്ടു. അപ്പം ഞാനും എൻ്റെ പെങ്ങളും ഒരു അനാഥരാകുന്ന ഒരു അവസ്ഥയിലേക്ക് ചെന്നെത്തപ്പെടുകയാണ്. പിന്നീട് എൻ്റെ അന്വേഷണമാണ് ഈ പറഞ്ഞതുപോലെ എന്തുകൊണ്ടാണ് എൻ്റെ അമ്മ ഇത്ര നേരത്തെ മരണപ്പെട്ടത്, ഞങ്ങൾക്ക് ഈ ദുരിതം സംഭവിച്ചത് എന്നുള്ളതിനെ പറ്റിയുള്ള എൻ്റെ നിരന്തരമായിട്ടുള്ള അന്വേഷണമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഈ വഴിയിലെത്തിച്ചത്. അതായത് എൻ്റെ അമ്മ ആണെങ്കിൽ വളരെ നല്ല വിശ്വാസിയാണ്, ഈശ്വരവിശ്വാസിയാണ്. ക്ഷേത്രത്തിൽ പോവും, അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ സപ്താഹം വന്നു കഴിഞ്ഞാൽ അവർക്ക് അവിടത്തേക്ക് വേണ്ടുന്ന അന്നദാനത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യും, എല്ലാ കാര്യങ്ങളും ചെയ്യും. സപ്താഹമാവട്ടെ, നവാഹമാവട്ടെ, മാസം തൊഴിലാവട്ടെ, എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരാളാണ്. അപ്പം എന്തുകൊണ്ട് അമ്മയ്ക്ക് അത് സംഭവിച്ചു എന്നുള്ളത് ഒരു വശത്ത്. അച്ഛനാണെങ്കിൽ അമ്മയുടെ മരണത്തോടു ശേഷം പിന്നീട് അച്ഛൻ്റെ ഈശ്വരവിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു. അപ്പം ഞാനും ഇടയ്ക്ക് വെച്ച് അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നീടാണ് ഇതിൻ്റെ പിന്നിൽ എന്തോ സത്യമുണ്ട് എന്നെനിക്ക് തോന്നുകയും ഞാനിത് നാഡീജ്യോതിഷമൊക്കെ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ തയ്യാറാവുകയൊക്കെ ചെയ്തു. അപ്പം ഞാൻ നാഡീജ്യോതിഷത്തിലേക്ക് പോയപ്പം അവിടെ അദ്ദേഹം എന്നോട് പറഞ്ഞത് എൻ്റെ പൂർവികർ ഈ നാട്ടുകാരല്ല എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞത് കറക്റ്റാണ്. പൂർവ്വജന്മങ്ങളിലേക്കൊക്കെ പോയോ? പൂർവ്വജന്മത്തിൽ പോയിരുന്നു. പക്ഷെ അതിന് മുമ്പ് തന്നെ അത് കൂടാതെ തന്നെ എൻ്റെ പൂർവികർ, അതായത് എൻ്റെ അപ്പൂപ്പൻ്റെ തലമുറ എന്ന് പറയുന്നത് ഈ നാട്ടുകാരല്ല. അദ്ദേഹം പറഞ്ഞത് കറക്റ്റാണ്. കാരണം എൻ്റെ അപ്പൂപ്പൻ തമിഴ്നാട്ടുകാരനാണ്. അവർ ഗിരിവർഗത്തിൽ പെട്ട ആൾക്കാരാണ് എൻ്റെ അപ്പൂപ്പൻ. അപ്പോൾ അദ്ദേഹം എൻ്റെ അമ്മൂമ്മയെ പ്രണയിച്ച് വിവാഹം കഴിച്ച് ഇവിടെ നിന്ന് താമസിച്ച ആളാണ്. അപ്പോൾ അതുകൊണ്ട് പാലക്കാട് ആ ഭാഗത്ത് ആ അതിർത്തിയോട് ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം വരിക. അപ്പം പിന്നീട് ഇത് അവർ പൂർവ്വമായിട്ട് ഇത്തരത്തിലുള്ള പൂജാതി കർമ്മങ്ങൾ ചെയ്തിരുന്നവരാണെന്നും എന്നുള്ളത് അവിടെ നിന്ന് എനിക്കൊരു അറിവ് കിട്ടി. പിന്നീടാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, നമുക്ക് ഈ പാസ്റ്റല്ലേ അറിഞ്ഞിട്ടുള്ളൂ. അപ്പം അദ്ദേഹം നാളെ വലിയ രീതിയിൽ എത്തുമെന്ന് പറഞ്ഞെങ്കിലും നമുക്ക് ലൈഫിൽ ടേണിംഗ് പോയിന്റ് വരും എന്ന് പറയുന്നത് പോലെ ഉണ്ടാകുന്ന സമയങ്ങളിലൊന്നും ഉണ്ടാവുന്നില്ല. നമ്മൾ സാധാരണ ജ്യോതിഷന് ചെന്ന് കാണുമ്പം വ്യാഴം മാറുന്നു, ശനി മാറുന്നു എന്ന് പറയുന്ന ടൈമിൽ നമുക്കൊരു മാറ്റം ഉണ്ടാവുന്നില്ല. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇവർ പറയുന്ന പൂജാതി കർമ്മങ്ങൾ, ക്ഷേത്ര വഴിപാടുകളെല്ലാം നമ്മൾ റൊട്ടേഷനായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പിന്നീടാണ് നമ്മൾ ഇതിൽ നിന്ന് എന്ത് മാറ്റം കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതിൻ്റെ അന്വേഷണമാണ് എന്നിൽ ഈ ജ്യോതിഷം പഠിക്കാനും പിന്നീട് അതിനനുസരിച്ച് ആദ്യം ഒരു ഗുരുവിൻ്റെ അടുക്ക നമ്മൾ പോയി പഠിച്ചു. പക്ഷേ അദ്ദേഹം അവിടെ നമുക്ക് പൂർണ്ണമായിട്ടും നമുക്ക് പഠിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ല, പൂർത്തീകരിക്കാൻ പറ്റിയില്ല. അപ്പം അവിടുന്ന് പിന്നെ നമ്മൾ രണ്ടാമതൊരു ഗുരുവിലേക്കും പോകേണ്ടി വരുന്നു. രണ്ടാമതൊരു ഗുരു എന്ന് പറയുന്നത് പാലക്കാട് ഭാഗത്ത് തന്നെയാണ് ഈശ്വര കടാക്ഷം കൊണ്ട് കിട്ടിയത്. നിയോഗം പോലെ തന്നെ സംഭവിച്ചു. പിന്നീട് നമ്മൾ അവിടുന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് ഈ ഗുളികൻ്റെ കർമ്മങ്ങളൊക്കെ കൂടുതൽ വിശദമായിട്ട് പഠിക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കണ്ണൂർ ഭാഗത്ത് പോകേണ്ടി വന്നു.
അപ്പോൾ അങ്ങനെ രണ്ട് മൂന്ന് ഗുരുക്കന്മാരോളം നമ്മൾ കൃത്യമായിട്ട് പഠിക്കേണ്ടി വന്നു, ഓക്കെ. തേടി നടക്കേണ്ടി വന്നു. അതിൻ്റെ ഇടയ്ക്കെല്ലാം ചതികുഴിയിൽ ചെന്ന് പെട്ടു, കുറേ അധികം സാമ്പത്തിക നഷ്ടം ഉണ്ടായി. എന്നിരുന്നാൽ പോലും നമുക്ക് കൃത്യമായിട്ട് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഗുരുക്കന്മാരെ കണ്ടെത്താനും അവരെ നിന്ന് കൃത്യമായിട്ട് പഠിച്ചെടുക്കാനും സാധിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒരു ജീവിത വഴിയിലെ പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ പൂർവ്വജന്മ പാപഫലം അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിച്ചതിന് ശേഷമേ നാം തേടുന്നത് എന്തിനാണോ അതിലേക്ക് നമ്മൾ എത്തുള്ളൂ എന്നുള്ളതാണോ? അതെ, അത് തന്നെ, അങ്ങനെ തന്നെയാണ്. ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് വിദേശത്ത് പോകാനും പിന്നെ ഈ പറയുന്നത് പോലെ ഇടയ്ക്ക് നമ്മുടെ ഒരു +2 കാലഘട്ടത്തിൽ അറിയാലോ, എല്ലാവരും പട്ടാളത്തിലൊക്കെ ചേരാൻ വേണ്ടിയിട്ടുള്ള വർക്കൗട്ടുകളും കാര്യങ്ങളും അതേപോലെ തന്നെ പോയ ഒരാളാണ് ഞാൻ. അപ്പം അവിടെ നിന്നിട്ട് ആണ് ഡീവിയേറ്റ് ചെയ്തിട്ട് ഞാൻ ഈ വഴിയിലൂടെ സഞ്ചരിച്ച് പോയത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഈ പറയുന്ന ഒരു കാലഘട്ടത്തിൽ ഞാൻ പല പല തൊഴിലുകൾ ചെയ്തിട്ടുണ്ട്. മാർക്കറ്റിങ്ങിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ മൈക്രോ ഫിനാൻസ് പോലുള്ള സ്ഥാപനങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല സ്ഥാപനങ്ങൾ, ബാങ്കിങ് മേഖലകളിലെല്ലാം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെയാണ് ഞാൻ ഈ അന്വേഷണം പഠനമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയത്. ഈ കർമ്മഫലം ഈ കർമ്മഫലം എന്നൊന്നുണ്ടോ? പൂർവ്വജന്മങ്ങളിൽ ചെയ്യുന്ന കർമ്മങ്ങൾ ഈ അടുത്ത ജന്മങ്ങളിൽ നമ്മൾ അനുഭവിച്ചു തീർക്കണം എന്ന ആ സങ്കല്പത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്. അത് നമ്മുടെ പൂർവ്വജന്മത്തിൽ നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ ഫലമാണ് ഈ ജന്മത്തിൽ നമുക്ക് ദുരിതം ഒഴിയാൻ നിൽക്കുന്നത്. ഈ ജന്മത്തിൽ നമുക്ക് ദുരിതം, അതായത് നമ്മൾക്ക് എത്ര കണ്ട് പൂജാതി കർമ്മങ്ങൾ ചെയ്താലും ഒരു മാറ്റം ഉണ്ടാവാത്തൊരവസ്ഥ ഉണ്ടാവും. അതായത് നമുക്ക് പൂജ ചെയ്ത് മാറ്റം ഉണ്ടായി ഒരു 10-15 ദിവസം അല്ലെങ്കിൽ 20 ദിവസം കഴിയുമ്പോൾ വീണ്ടും നമുക്ക് പഴയ ശത്രുവിനെ വീണ്ടും പണി തരും, അല്ലെങ്കിൽ പുതിയ ആരെങ്കിലും നമ്മളോട് ശത്രുത ഉണ്ടാകാം, അങ്ങനെ അവസ്ഥ വരും. അപ്പോൾ അതായത് നമുക്ക് വീണ്ടും പണി കിട്ടിക്കൊണ്ടിരിക്കും. നമ്മൾ ഒന്ന് മുന്നേറുമ്പോൾ പിന്നെ തിരിച്ചും ബാക്കിലേക്ക് വരുന്ന ഒരവസ്ഥ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ നിരന്തരമായിട്ടുള്ള ശത്രുക്കളുടെ ഉപദ്രവം വരുന്നുണ്ട്. നമുക്ക് ജീവിതത്തിലൊന്നും എത്തിപ്പെടാൻ പറ്റാത്ത അവസ്ഥ വരുന്നത് ഞാൻ പ്രധാനമായിട്ടും അന്വേഷിച്ചത്, ഞാൻ പഠിച്ചത് 4 കാര്യങ്ങളാണ്. ഒന്ന്, ഈ പറഞ്ഞ പൂർവ്വജന്മത്തിലെ കർമ്മം തന്നെയാണ്. 2, നമുക്ക് കിട്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള സർപ്പദോഷ ദുരിതം കൊണ്ട് അങ്ങനെ സംഭവിക്കാവുന്നതാണ്. പിന്നെ ഇതിനകത്ത് നമ്മുടെ ജാതകത്തിൽ നമുക്ക് പറഞ്ഞിട്ടുള്ള യോഗങ്ങൾ, നമുക്ക് ജാതകത്തിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അതിലേക്ക് മാത്രമേ അതെന്താണോ അതിന് മാത്രമാണ് നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ലിമിറ്റ്. ആ ഗ്രഹനില അനുസരിച്ച് നമുക്ക് ആ ലിമിറ്റിൽ എത്താൻ പറ്റുള്ളൂ. അതിനിപ്പം നമ്മൾ ഏത് ദേവത ഉപാസിച്ചാലും ഏത് ദേവത സേവിച്ചാലും അവിടം വരെ നമുക്ക് എത്താൻ പറ്റുള്ളൂ. അതാണ് നമ്മുടെ ലിമിറ്റ്. അപ്പം ചില ആളുകൾ പറയാനുണ്ട്, നമുക്ക് ഇന്ന ദേവതയെ സേവിച്ചാൽ, ഇന്ന ദേവതയെ നമ്മൾ പൂജിച്ചാൽ നമ്മൾ ഇതിൻ്റെ അപ്പുറം എത്തും. അങ്ങനെയല്ല, നമുക്ക് ജാതകത്തിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത്, ഈശ്വരൻ പറഞ്ഞിട്ടുള്ളത്, അതിലാണ് നമുക്ക് നിൽക്കാൻ പറ്റും. ഈ ഒരു ജാതകത്തിൽ ഇന്നത് വരെ എന്നൊരു ലിമിറ്റ് വെച്ചിരിക്കുന്ന ആൾ സ്വയം അധ്വാനിക്കുന്നു, ഹാർഡ് വർക്ക് ചെയ്യുന്നു, ടീം ഉണ്ടാക്കുന്നു, അവരുടെ കുടുംബം അതുപോലെ അധ്വാനിക്കുന്നു, ഒപ്പം കുടുംബദേവതയും പരദേവതയും ദേശദേവതയും ഒക്കെ ആരാധിക്കുന്നു, എങ്കിലും അവർക്ക് ഉയരാൻ പറ്റില്ല എന്നാണോ? ഉയരാൻ പറ്റും. അയാളുടെ ജാതകം അനുസരിച്ചിട്ട് അയാൾക്ക് എവിടം വരെയാണ്. ചിലപ്പോൾ ചില ആളുകൾക്ക് ഈ പറയുന്ന ഗജകേസരി യോഗം ഉണ്ടാകും, കേസരി യോഗം ഉണ്ടാകും, നീചഭംഗ രാജയോഗം ഉണ്ടാകാം. പക്ഷേ ഈ പറയുന്ന യോഗങ്ങളെല്ലാം ഉണ്ടായിട്ട് ദുരിതങ്ങൾ മാത്രമായിട്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ട്. പറയാൻ മനസ്സിലായി. അവർ ജാതകം കൊണ്ട് കാണിക്കുമ്പോൾ ഈ ജാതകത്തിൽ അടിപൊളിയാണല്ലോ, ജോത്സ്യൻ്റെ കൊണ്ട് കാണിക്കുമ്പോൾ ജാതകത്തിൽ അടിപൊളിയാണല്ലോ, കേസരി യോഗം ഉണ്ട്, ഗജകേസരി യോഗം ഉണ്ട്, നീചഭംഗ രാജയോഗം ഉണ്ട് എന്നെല്ലാം പറയും. അപ്പം ഇങ്ങനെയുള്ള യോഗങ്ങളെല്ലാം ഉണ്ടായിട്ട് തന്നെ ജീവിതത്തിൽ ഒരു നിവൃത്തിയില്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ ഇവർ തന്നെ പറയും ഇതിനൊന്നും യാതൊരു കാര്യമില്ല. കാരണം അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്, ജീവിതത്തിൽ യാതൊരു മാറ്റം വരുന്നില്ല. അങ്ങനെ മാറ്റം വരാത്തതിൻ്റെ മെയിൻ കാരണമാണ് ഈ പറഞ്ഞതുപോലെ ധർമ്മദേവത, പരദേവത, പിന്നെ ഒന്ന് പിതൃക്കൾക്ക് കൃത്യമായിട്ട് ശ്രാദ്ധ വിടാതെ വരിക, പിന്നെ അവരുടെ പൂർവ്വജന്മത്തിലെ കർമ്മദോഷ ദുരിതം, പിന്നെ അവർക്ക് നിലവിൽ വന്നിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ശത്രുബാധദോഷ ദുരിതം കൊണ്ടും ഈ സർപ്പദോഷ ദുരിതം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുമൊക്കെ ഈ പറയുന്ന ദുരിതങ്ങൾ വിട്ടൊഴിയാതെ ഈ ജീവിതത്തിൽ നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും കിട്ടാതെ പോകും. അതായത് ജാതകത്തിൽ നമുക്ക് കിട്ടും എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം കിട്ടാതെ പോകും. ഇനി അയാൾക്ക് അത്രയും ശക്തമായിട്ടുള്ള ജാതകമാണ് എങ്കിൽ, അവരിപ്പം കഴിഞ്ഞ ദിവസം തന്നെ എൻ്റെ ഇടയ്ക്ക് കൺസൾട്ടേഷൻ എടുത്തിട്ട് പാലക്കാട് നിന്നുള്ള ഒരു യുവാവുണ്ട്. അദ്ദേഹം ആർമിയിലാണ്, പക്ഷെ ആർമിയിൽ വളരെ താഴ്ന്ന പോസ്റ്റാണ് ജോലി ചെയ്യുന്നത്. അയാളുടെ ജാതകം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു IAS IPS ലെവലിൽ ജോലി ചെയ്യേണ്ട പവറുള്ള ജാതകമാണ്. അത്രയും നല്ല പവറുള്ള ജാതകമാണ്. പക്ഷെ ആള് സർക്കാർ ഉദ്യോഗസ്ഥനാണ്, പക്ഷെ താഴ്ന്ന ലെവലിലാണ്. എന്തുകൊണ്ട് താഴ്ന്ന ലെവലിലേക്ക് പോയി? ആൾക്ക് എന്തുകൊണ്ടാണ് ഉയരാൻ പറ്റാതെ പോയത്? അതിന്റെ പിന്നിലുള്ളതാണ് നെഗറ്റീവ്സ്. അത് അദ്ദേഹത്തിന് കുടുംബപരമായിട്ട് നിന്നിരുന്ന സർപ്പദോഷ ദുരിതവും പിന്നെ പൂർവ്വമായിട്ട് നേരിട്ടിരുന്ന ശത്രു ഒടിബാധദോഷ ദുരിതങ്ങളുമാണ് അദ്ദേഹത്തിന് പിന്നിലേക്ക് ലൈഫിലേക്ക് വലിച്ചുകൊണ്ട് പോയത്. അദ്ദേഹത്തിന്റെ അമ്മ വീട്ടിൽ അധ്വാനിക്കുന്നു, അദ്ദേഹത്തിന്റെ അച്ഛൻ അധ്വാനിക്കുന്നു, അദ്ദേഹം അധ്വാനിക്കുന്നു. ഒരു വീട്ടിൽ 3 പേര് അധ്വാനിക്കുന്നു, പക്ഷെ ഇന്നും കടവാണ്. അദ്ദേഹം വിവാഹം കഴിച്ചു, ഒരു കുട്ടിയുണ്ട്. ഭാര്യയുടെ കഴുത്തിൽ ഒരു മാല പോലും ഇല്ല, ഒരു താലി മാത്രമേ ഉള്ളൂ. പട്ടാളക്കാരനാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒന്നും നേടാൻ പറ്റാത്ത രീതിയിൽ എന്നും ഈ എത്ര കിട്ടിയാലും ഒഴുക്കാത്ത അവസ്ഥ. 100 കിട്ടുമ്പോൾ 110 ചിലവാണ്. 1000 രൂപ ഒരു ദിവസം വരുമാനം ഉണ്ടെങ്കിൽ 2000 രൂപ ചിലവാകുന്ന അവസ്ഥ. എന്നും ഒന്നും ഹോസ്പിറ്റൽ കേസ്. നമുക്ക് ഈ സർപ്പദോഷബാധ ഒടിബാധ അതിലേക്ക് വരാം, വിശദമായി തന്നെ വരാം. അതിനു മുമ്പ് എനിക്ക് ഈ പൂർവ്വജന്മദോഷവുമായി ബന്ധപ്പെട്ട സംശയങ്ങളിൽ അതോ ജാതകദോഷം, ഇത് രണ്ടും ഈ ജാതകത്തിൽ ഉയർന്ന പോസ്റ്റുകൾ അല്ലെങ്കിൽ ഉയർന്ന പദവികളൊക്കെ പറയെങ്കിലും ഈ പൂർവ്വജന്മ പാപ പ്രശ്നങ്ങൾ കൊണ്ട്
അതിനെല്ലാം മുടക്കം വരാനുള്ള സാധ്യതയുണ്ടല്ലോ അല്ലേ? തടസ്സമുണ്ടാവും. അപ്പോൾ ഈ കഴിഞ്ഞ ജന്മത്തിലെ പാപങ്ങൾ ഈ ജന്മം നമ്മൾ അതിന് പരിഹാരക്രിയ ചെയ്യുന്നത് പൂജകളിലൂടെയാണോ കർമ്മങ്ങളിലൂടെയാണോ ചെയ്യുന്നത്? പൂജകളിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ഷേത്ര വഴിപാടുകളുണ്ട്, നമുക്ക് അതിനെ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. നമ്മൾ കുറേയൊക്കെ അനുഭവിക്കും, നമ്മൾ അനുഭവിച്ചതിന് ശേഷമാണ് ഈ വഴിയിലൂടെ എത്തുകയുള്ളൂ. നമുക്കൊരു കുറേ അധികം ഇപ്പം നമുക്ക് ഒരു കൃത്യമായിട്ട് ഒരു രോഗം വന്നാൽ പോലും ചികിത്സിക്കണമെന്നുണ്ടെങ്കിൽ നല്ല ഡോക്ടറിൻ്റെ അടുത്ത് എത്തണ്ടേ. അതേപോലെ തന്നെ ഇതിന് നമുക്ക് പൂർവ്വജന്മത്തിൽ ഏറ്റിട്ടുള്ള പാപദോഷ ദുരിതത്തിന് കൃത്യമായിട്ട് പരിഹാരം ചെയ്ത് നമ്മൾ അന്ന് വിമുക്തി നേടണമെങ്കിൽ പോലും കൃത്യമായിട്ടൊരു ആസ്ട്രോളജറിന്റെ മുന്നിൽ എത്തണമെങ്കിൽ അതിന് നമ്മുടെ ഈശ്വരൻ കടാക്ഷിക്കണം. മനസ്സിലായോ? ആ ഒരു ടൈം കൊണ്ട് നമ്മൾ അനുഭവിച്ചിരിക്കും. ആ വിഷയം നീ മനസ്സിലാക്കണമോ വേണ്ടോ എന്ന് മുകളിലിരിക്കണം. അപ്പൊ നമ്മൾ അത്രയും ഈ പൂർവ്വജന്മ ദുരിതമാണ്, അത് ഇത് ക്ലിയർ ചെയ്താൽ ഇനി ഇന്ന പരിഹാരം ചെയ്താൽ തീരും, ഇന്ന ആളുടെ അടുക്കൽ പോ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ പോലും ഭഗവാൻ അതിനു മുമ്പ് നമ്മൾ അത് അനുഭവിക്കേണ്ട ദുരിതം നമ്മൾ അനുഭവിച്ചു. എൻ്റെ സംശയം, ഞാനിപ്പോൾ പല ആളുകൾ ഇപ്പോൾ ടാരോ റീഡേഴ്സ്, അതുപോലെ പൂർവ്വജന്മ നാഡി ജ്യോതിഷം, അങ്ങനെ പലരുമായി നമ്മൾ സംസാരിച്ചപ്പോൾ പലരും നമ്മുടെ പൂർവ്വജന്മത്തിലെ പല കഥകൾ നോക്കിയിട്ട് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം അതിൽ ഇപ്പോൾ ഞാൻ ഒരിക്കൽ ഒരു ജന്മത്തിൽ കുട്ടികളെയും സ്ത്രീകളെയും വലിയ രീതിയിൽ ഉപദ്രവിക്കുന്ന ഒരാളായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് അദ്ദേഹം പരിഹാരമായി എന്നോട് പറഞ്ഞത്, ഈ ജന്മത്തിൽ പെൺകുട്ടികൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു, പഠിക്കാൻ നിവൃത്തിയില്ലാത്ത കുട്ടികൾക്ക് പുസ്തകങ്ങൾ വാങ്ങിക്കൊടുക്കുക, അങ്ങനെയൊക്കെ ഈ ജന്മത്തിൽ കർമ്മങ്ങൾ കൊണ്ട് അതിന് പരിഹാരം ചെയ്യണം. അല്ല പൂജാതി കർമ്മങ്ങളല്ല, നമ്മുടെ ജീവിതത്തിലെ നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്ന നമ്മുടെ കർമ്മ മേഖലയിൽ നിന്നുകൊണ്ട് എക്സ്ട്രാ ആയി അന്ന് ആരെയാണോ നമ്മളാൽ ബാധിക്കപ്പെട്ടത് ആ സമൂഹത്തിനെ പ്രതിദാനം ചെയ്തുകൊണ്ട് ആ കുട്ടികൾക്ക് സഹായങ്ങൾ ചെയ്യുക എന്നാണ് അദ്ദേഹം എന്നോട് പരിഹാരം നിർദ്ദേശിച്ചത്. അത്തരത്തിലുള്ള പരിഹാരങ്ങളിലൂടെ ദോഷങ്ങൾ മാറുന്നു. അത് ഈ പൂർവ്വജന്മ ബന്ധമായിട്ട് നിന്നിരുന്ന കർമ്മദോഷം കുറയ്ക്കുന്നതിന് നമ്മൾ സഹായിക്കുന്നതാണ്. ഇപ്പൊ നമ്മളിപ്പോൾ ക്ഷേത്രത്തിൽ പോയാലും നമ്മൾ സൈഡിലേക്ക് ഇരിക്കുന്ന ഒരു ഭിക്ഷ വെച്ച് നമ്മൾ കൊടുക്കുമല്ലോ, അത് വിശക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാൾക്ക് ആഹാരം മേടിച്ച് കൊടുക്കുമല്ലോ എന്ന് പറയുന്നത് പോലെ ഇതിലൂടെ എല്ലാം നമ്മൾ ചെയ്യുന്ന ദാനധർമ്മങ്ങളിലൂടെ എല്ലാം നമ്മുടെ പൂർവ്വജന്മ പാപ ദുരിതം ഏറെക്കുറെയൊക്കെ ഒഴിയുന്നതാണ്. ഒപ്പം പൂജകളും വേണം. അപ്പം പൂജകൾ എന്ന് പറയുന്നത് നമ്മുടെ പൂർവ്വജന്മത്തിലെ ദുരിതം തീർക്കുന്നതിന് വേണ്ടിയിട്ടല്ല, ഈ ജന്മത്തിൽ നമ്മൾ നേരിടുന്നതായിട്ടുള്ള ദുരിതം തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ ജന്മത്തിൽ നമുക്ക് വന്നുള്ള നെഗറ്റീവ്സ് ഇപ്പം നമ്മൾ ഈ പറയുന്നത് പോലെ ഒന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഭൂമി സംബന്ധമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ശത്രുക്കളിൽ നിന്ന് വന്നിട്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ പൂർവികർ ആചരിച്ചത് നമ്മൾ നിർത്തിപ്പോയിട്ടുണ്ടെങ്കിൽ, അതായത് കുലപരമായിട്ട് നമ്മൾ ആചരിച്ചിരുന്ന ദേവതയെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ധർമ്മദേവാദികളെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ, അതേപോലെ നമ്മുടെ പിതൃക്കൾക്ക് കൃത്യമായിട്ട് ശ്രാദ്ധം ചെയ്യാതെ വരുമ്പോൾ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാലും ഈ പറയുന്നത് ദുരിതം അവസാനിക്കില്ല. നമ്മൾ ഇങ്ങനെ നിരന്തരം ഓടിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ ഒരാളുടെ പ്രശ്നങ്ങൾ ഇന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ പറഞ്ഞു കുലദേവതയെ മറന്നുപോയാൽ, പൂർവികർക്ക് പിണ്ടമൂട്ടാതിരുന്നാൽ, ഇതൊക്കെ എങ്ങനെയാണ് കണ്ടെത്തുക? ഇതാണ് ഇന്നയാളുടെ പ്രശ്നം. അത് നമ്മൾ കൃത്യമായിട്ട് അതിനുള്ള രാശി വെക്കുക. അതിനാണ് നമ്മൾ കൃത്യമായിട്ട് ജ്യോതിഷ പണ്ഡിതന്റെ അടുക്കൽ ചെന്ന് കഴിഞ്ഞാൽ അതിൽ കൃത്യമായിട്ട് നോക്കി പറയാൻ കഴിവുള്ള ഇഷ്ടാധീനമുള്ള നല്ല ദൈവജ്ഞനാണ് പോകുന്നതെങ്കിൽ, ഞാൻ ചോദിക്കുന്നത് അങ്ങയെ സമീപിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഞാൻ രാശി വെച്ചിട്ടാണ് കാര്യങ്ങൾ പറയുക. അപ്പം അദ്ദേഹത്തിന് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കേസുകൾ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. എന്നെ കൊണ്ട് തീർക്കാൻ പറ്റണ അല്ലെങ്കിൽ ചില സർപ്പദോഷ ദുരിതമൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല. നമ്മൾ ആവാഴ്ചയിൽ ഒഴിയില്ല. ചില ഭൂമിയിൽ നിന്ന് എല്ലാ സർപ്പങ്ങളൊന്നും ആവാഴ്ച മാറ്റാൻ പറ്റില്ല. ചില സ്ഥലത്തെ സർപ്പദേവതകൾ, നാഗദേവതകൾ അത് അവിടുത്തെ തന്നെ ദേവതകളായിരിക്കും. അപ്പം അത് വിട്ടൊഴിയാൻ തയ്യാറല്ല എങ്കിൽ നമ്മൾ അവിടെ പിന്നെ ബലം പിടിക്കാൻ നിൽക്കരുത്. ബലം പിടിക്കാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ഭവിഷ്യത്ത് കർമ്മം മാറ്റാൻ പറ്റില്ലെന്നില്ല. ഗരുഡമന്ത്രമൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. അത് നമ്മൾ പിടിച്ച് എടുക്കുകയാണ്. അതായത് ഗരുഡനെ കൊണ്ടുവന്ന് ഗരുഡൻ ആ ഇരിക്കുന്ന നാഗത്തിനെ കൊല്ലിക്കുകയാണ്, കൊത്തി ഒലിപ്പിച്ചാണ് എടുത്ത് മാറ്റിക്കുകയാണ് ചെയ്യണത്. ബലപ്രയോഗമാണ്. അപ്പം നാഗദേവത സ്വയം മാറാൻ തയ്യാറാണെങ്കിൽ മാത്രമേ നമ്മൾ അങ്ങനെയുള്ള കർമ്മങ്ങൾക്ക് മുതിരുകയുള്ളൂ, നമ്മൾ ചെയ്തു കൊടുക്കുകയുള്ളൂ. അല്ലാതെ ഇത്തരത്തിലുള്ള അത് ക്ഷുദ്രത്തിന്റെ ഒരു ലെവലിലേക്ക് മാറുകയാണ്. അത് ഈ മാറാത്ത സർപ്പത്തെ നമ്മൾ ബലം പ്രയോഗിച്ച് മാറ്റുക എന്ന് പറയുന്നത്. അപ്പം ആ കർമ്മത്തിന്റെ പാപബലം നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഞാനും എൻ്റെ തലമുറയും ആ കർമ്മം ചെയ്യുന്നതിലൂടെ ഇത് ആരാണ് ചെയ്യുന്നത്, ആ ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നതിനായിട്ട് ദുരിതം ഉണ്ടാവും. ചിലപ്പോൾ ഇപ്പൊ സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ നമുക്ക് ആ താൽക്കാലികമായിട്ട് കിട്ടുന്ന ഒരു സുഖം ഉണ്ടാവും. കുറച്ച് സമയത്തേക്ക് ഒരു മാറ്റാൻ പറ്റാത്ത നമ്മൾ മാറ്റി കഴിഞ്ഞാൽ അത് നമുക്ക് താൽക്കാലികമായിട്ട് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാവും. പക്ഷെ ആ സർപ്പത്തിനെ നമ്മൾ എടുത്തു മാറ്റുമ്പോൾ അത് ശപിച്ചിട്ടായിരിക്കും പോവുക. അതിന്റെ ശാപത്തിന്റെ ഫലം നമുക്ക് ഉണ്ടാവും. അപ്പൊ അത് കർമ്മദോഷമായി അടുത്ത ജന്മത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും. അപ്പൊ അടുത്ത ജന്മത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരില്ലേ? അടുത്ത ജന്മത്തിൽ അനുഭവിക്കേണ്ടി വരും. അതുപോലെ അയാളുടെ അടുത്ത തലമുറ ചിലപ്പോൾ അത് അനുഭവിക്കേണ്ടി വരും. പറഞ്ഞു മനസ്സിലായല്ലോ? അതായത് നമ്മൾ ഇന്ന് കാണുന്ന പല ഭൂമികളും ക്ഷേത്രവക ഭൂമികളാണ്. അപ്പം ക്ഷേത്രവക ഭൂമികളിൽ നമ്മൾ കയ്യേറി താമസിച്ചവരുണ്ട്, അത് പിടിച്ചടക്കിയവരുണ്ട്. പിന്നെ കാലക്രമേണ ഈ ക്ഷേത്ര ഭരണാധികാരിയായിട്ടിരുന്ന ആൾക്കാർ ക്ഷേത്രം പോലും അറിയാതെ അത് മറ്റുള്ളവർക്ക് വിറ്റതുണ്ട്. വിറ്റത് മേടിക്കുന്ന ആളൊന്നും അറിയണില്ല. ക്ഷേത്രത്തിന്റെ ഭൂമിയാണ് പോലും അയാൾ അറിയില്ല. എന്നാലും ഒന്നും ഞാൻ മേടിച്ചു, കാശ് കൊടുത്ത് മേടിച്ചു എന്നുള്ളതാണ്. അയാൾ അവിടെ താമസിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾക്ക് യാതൊരു സ്വസ്ഥയും സമാധാനം ഉണ്ടാവില്ല. മാത്രമല്ല സർപ്പക്കാവുകൾ ഇടിച്ചിട്ട് അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരുന്ന മണ്ണ് നമ്മുടെ നല്ല ഭൂമിയാണെങ്കിൽ അവിടെ കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്താൽ പോലും ഈ പാവങ്ങൾ ഉണ്ടാവും എന്ന് ദുരിതം ഉണ്ടാവും.
ദുരിതമാണ്. അപ്പൊ നമ്മൾ അറിയുന്നില്ല. ഇപ്പൊ ഞാനിപ്പോ എറണാകുളത്ത് ഒരു വീട് വെക്കുകയാണെങ്കിൽ ഞാൻ കോട്ടയത്തുള്ള ഏതൊരു ഏജൻസിയോടായിരിക്കും മണ്ണ് ഫില്ല് ചെയ്യാൻ പറയാം. അത് സർപ്പക്കാവാണോ അമ്പലമാണോ എന്ന് നമുക്കറിയില്ലല്ലോ. അതെ. അപ്പൊ ഇവര് കൊണ്ടുവന്ന് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്താൽ അത് നാളെ ദുരിതമായി മാറുമോ? ദുരിതമായി തന്നെ മാറും. അപ്പം നമ്മൾ ഈ സർപ്പദോഷം പ്രധാനമായിട്ടും നമുക്ക് വരിക എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കാവുകൾ ഒക്കെ അശുദ്ധിയാക്കപ്പെടുക. നമ്മുടെ പ്രസൻസ് കൊണ്ട്, അതായത് നമുക്ക് പുലവാലായ്മ ഉള്ളപ്പോഴോ അങ്ങനെ അശുദ്ധീകരിക്കുന്ന സമയത്ത് ആ ക്ഷേത്രത്തിൽ പോവുക അല്ലെങ്കിൽ സർപ്പക്കാവുകളിൽ പോവുക, അവരെ അശുദ്ധിപ്പെടുത്തി കഴിഞ്ഞാൽ അവരുടെ ദുരിതം നമുക്കുണ്ടാവും. പിന്നെ ഈ പല കാവുകളിലും ഈ ഇതുപോലെ സർപ്പസാന്നിധ്യമുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ നമ്മൾ ഈ രതിനിർവേദം പോലെ സിനിമയ്ക്കകത്തൊക്കെ കണ്ടിട്ടില്ലേ, അവർ ശരീരബന്ധത്തിൽ ഏർപ്പെടുക ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സർപ്പ അശുദ്ധിയാവും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും സർപ്പ അശുദ്ധിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കുടുംബജീവിതം ഉണ്ടാവില്ല. അല്ല, അങ്ങനെ എനിക്കൊരു സംശയമാണ്, എൻ്റെ അധിക പ്രസംഗമായി കണക്കാക്കരുത് പ്രേക്ഷകരോടും ഞാൻ ചോദിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായും നാഗങ്ങൾ ഇണചേരുന്നവരല്ലേ? നാഗങ്ങൾ ഇണചേരുന്നവരാണ്. അവർ സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് ഇരിക്കുന്ന സ്ഥലമാണ്. അവർ ഏറ്റവും കൂടുതൽ ശുദ്ധി ആവശ്യപ്പെടുന്ന ദേവതയാണ്. അവിടെയാണ് നമ്മുടെ വിഴുപ്പാണ് അവിടെ വീഴുന്നത്. പറഞ്ഞ് മനസ്സിലായല്ലോ. നമ്മൾ അവരെ ഏറ്റവും ശുദ്ധമായിട്ട് ഏറ്റവും പവിത്രമായിട്ട് അവർ നമുക്ക് സർപ്പത്തിന് ഏറ്റവും ശുദ്ധമായിട്ടുള്ള ദ്രവ്യങ്ങൾ വേണം കൊടുത്ത് പൂജിക്കാൻ. ഞാൻ പറയുന്നത്, ഞാൻ ചോദിക്കാനുള്ള കാരണം, സെക്സ് ഒരു രതി ഒരു സിനിമയിൽ പോലും ഒരു സെക്സ് രംഗം ചിത്രീകരിക്കുമ്പോൾ പണ്ട് ക്ലാസിക് സിനിമകളിലൊക്കെ ആണും പെണ്ണും നായകനും നായികയും ആ രംഗത്തിലേക്ക് കടന്നിട്ട് പിന്നീട് കാണിക്കുന്ന ഒരു ദൃശ്യം പാമ്പിണയിരുന്നതാണ്. എപ്പോഴും സെക്സിനെ പാമ്പിന്റെ ഇണചേരലിനോട് ഉപമിക്കുന്നതിനോടാണ് ആളുകൾക്ക്, കലാകാരന്മാർക്ക്, ചലച്ചിത്രകാരന്മാർക്കൊക്കെ ഇഷ്ടം. അപ്പം സ്വാഭാവികമായും അതിനൊരു സിമ്പിളായി നമ്മൾ കണ്ടിരിക്കുന്നത് നാഗങ്ങളുടെ ഇണചേരലാണ്. അപ്പൊ അവിടെ ഒരു ഇണചേരൽ ഉണ്ടാകുന്നത് കൊണ്ട് ഈ ലോകത്തോ ഈ പ്രപഞ്ചശക്തിയിലുള്ള എല്ലാ ജീവജാലങ്ങളും പരസ്പരം ഇണചേരുന്നില്ലേ? ഉണ്ട്. അപ്പം നമുക്ക് നാഗദേവതകൾ അല്ലെങ്കിൽ സർപ്പങ്ങൾ ഇണചേരുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ അവിടെ ചെന്നിട്ട് അത് ചെയ്യാം എന്നുള്ളതല്ല. അതൊരു ആ സിനിമയുടെ ഭാഗമാണ്. അവരെ ഇപ്പൊ പ്രേക്ഷകരുടെ മുന്നിലേക്ക്, ആ പബ്ലിക്കായിട്ട് ഇങ്ങനെ കുടുംബസമേതം ഇരിക്കുന്ന പ്രേക്ഷകരുടെ മുന്നിലേക്ക് പിന്നീട് നടക്കുന്ന സീൻ എന്താണെന്നുള്ള അവർക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ. പകരം പാമ്പിണചേരുന്ന് കാണിക്കണോ, അവിടെ സംഭവം നടക്കണ അതാണെന്നുള്ളതാണ് അവർ പറയണേ. പറഞ്ഞ മനസ്സിലായില്ലേ? അല്ലാതെ കൊണ്ട് ഡയറക്റ്റ് ഇപ്പുറത്തെ സീൻ കാണിക്കാൻ പറ്റില്ലല്ലോ കുടുംബ പ്രേക്ഷകരുടെ മുന്നിൽ. അത്രയുള്ള വ്യത്യാസം. നാഗദേവതകൾക്ക് പ്രധാനമായിട്ടും അവർ അധിവസിക്കുന്ന വൃക്ഷങ്ങളുണ്ടാവും. അപ്പൊ ഓരോ പറമ്പിലും ഒരു മരം മുറിക്കുന്നതിന് മുമ്പ് ആ മരത്തിനോടും മരത്തിൽ അധിവസിക്കുന്ന, പിന്നെ നീചത്തിലുള്ളതാണെങ്കിൽ നാഗചാമുണ്ടി കരനാഗക്ഷിയൊക്കെ ആണെങ്കിൽ നാഗചാമുണ്ടി ബാധയിൽ വന്നു കഴിയുമ്പോഴാണ് നമുക്ക് മെയിനായിട്ട് ഈ പറയുന്ന ബ്ലഡ് ക്യാൻസർ, ബ്രെയിൻ ട്യൂമർ